ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മള്ളിയൂർ മനയിലെ മഹാസിദ്ധനായ ഒരു ബ്രാഹ്മണൻ ദേശസഞ്ചാരത്തിനിടെ അപൂർവമായ ഒരു ഗണപതി വിഗ്രഹം കണ്ടെത്തി. ശയനമുദ്രയിൽ കിടക്കുന്ന, വലത്തോട്ട് തുമ്പിക്കൈ നീട്ടി നിൽക്കുന്ന, ഇടത്തെ കൈയിൽ പഴവും വലത്തുകൈയിൽ ലഡ്ഡുവുമുള്ള ഗണപതിയുടെ ആ മനോഹര വിഗ്രഹം അദ്ദേഹം മള്ളിയൂർ മനയിലെ തേവാരപ്പുരയിൽ സ്ഥാപിച്ചു. കരമവരുടെ പൂജയിൽ സംതൃപ്തനായ ഗണപതി തനിക്ക് പ്രത്യേകമായ ക്ഷേത്രം വേണമെന്ന് ആവശ്യപ്പെട്ടു. കാരണവർ ഗണപതിയുടെ ആഗ്രഹം അനുസരിച്ച് ഒരു ക്ഷേത്രം നിർമ്മിച്ചു, അവിടെ ദൈവത്തെ കുടിയിരുത്തി. കാലങ്ങൾ പിന്നിടുമ്പോൾ ഈ ക്ഷേത്രം മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രമായി പ്രശസ്തി നേടി. പിന്നീട് ജീർണാവസ്ഥയിലായിരുന്ന ക്ഷേത്രം ഭാഗവതഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി പുതുക്കി നന്നാക്കി. ഭാഗവതം വായിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഭക്തി മൂലം ഗണപതി പ്രതിഷ്ഠ എന്നത് മറന്ന് ഗണപതിക്ക് കൃഷ്ണ എന്ന ഭാവത്തിൽ വണങ്ങി. പിന്നീട് ശ്രീകൃഷ്ണന് മടിയിൽ ഇരുത്തിയ ഗണപതി എന്ന വിശേഷണത്തോടെ അറിയപ്പെടാൻ തുടങ്ങി. ഇന്ന് ഭക്തജനങ്ങൾക്ക് മനഃശാന്തിയും അനുഗ്രഹവും നൽകുന്ന ഒരു ദിവ്യസ്ഥലമായി മള്ളിയൂർ ക്ഷേത്രം നിലകൊള്ളുന്നു.